അങ്ങനല്ല, ചേച്ചിപ്പ എവിടെ പോവാ അറിയത്തില്ല. ചേച്ചിപ്പ എവിടെ പോവാ? ട്രീ. എന്ത് ട്രീ? ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോവാ. ക്രിസ്മസ് ട്രീ ആണോ വാങ്ങാൻ പോകുന്നത്? അല്ലല്ലോ, അതിലിടുന്ന കുണുക്ക് വാങ്ങാൻ പോവാണ് ഞാൻ. എവിടെ പോണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ട്രീ അല്ല, കുണുക്കിനല്ലോ. ഞാൻ കുണുക്ക് മേടിക്കാന്നാ പറഞ്ഞു, ട്രീ മേടിക്കാന്നില്ലെന്നാ പറഞ്ഞു. അഖിലേട്ടനാണ് നമ്മുടെ ട്രീ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും എന്റെ ഡൂവിന്റെ പേരിലും അഖിലേഷ്കിരണ് പ്രത്യേക നന്ദി നമ്മൾ അറിയിക്കുന്നു. ക്രിസ്മസ് ആയതിനൊരു ചെറിയ ഇളക്കം ഞങ്ങൾക്കുണ്ട്. കാര്യാക്കണ്ട. ഇപ്പൊ കുണുക്ക് വാങ്ങിയിട്ട് വരാം. കുണുക്കുകൾ സ്പോൺസർ ചെയ്യുന്ന ഞാനാ. എന്റെ സ്വന്തം പൈസക്കാണ് ഞാൻ കുണുക്കുകൾ വാങ്ങാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അപ്പൊ അതിന് മുന്നേ കുണുക്കൊക്കെ തൂക്കണം. ടാറ്റാ, പേടിച്ചോണ്ട് വരാം. ഒരു കടയിൽ കയറിയിട്ട് നമുക്ക് അപ്പുറത്തെ കടയിലും പോയി കയറാം. എല്ലാം വാങ്ങണം നമുക്ക്. അവിടെ വെള്ള ട്രീ ഉണ്ട്, അതേ പച്ച സാധനമൊക്കെ ചുറ്റി വെച്ചാൽ നല്ല രസമായി. പക്ഷെ എന്നെ തടയണം അതിലട. നമുക്ക് ട്രീ ഉണ്ട് അങ്ങനെ പറയണേ. ഇത് കാണുന്ന ഇത് എന്തായാലും വാങ്ങാവേ. എത്ര? 660. അത് ഫുള്ളായിട്ട് അത് സെപ്പറേറ്റ്. നീ ഇതിനകത്ത് നോക്കണേ. സിൽവർ വേണം. ഏതാ? അതിനെത്ര? 6 ഒരെണ്ണമല്ല, 6 ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. ഇത് രണ്ടും നോക്ക്. ഇത് 200 സംതിങ്. ഇതോ ചേട്ടാ? ഇതിനാകുമ്പം 110. ഇതിന് റേറ്റ് കൂടും. അത് വേണം. വേണോ? ഡിസൈനുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്, തിളക്കമുള്ളതുണ്ട്, പെയിനുണ്ട്, അല്ലാത്തതുണ്ട്. ഇതെടുക്കാം. ഇവിടെ വിലക്ക് കൊടുക്കാം. അതെ, ഒന്ന് നോക്കട്ടെ. എടുത്തിട്ടുണ്ട്. അത് പച്ച വേറൊരു മോഡലാട്ടോ. ഇതിങ്ങനെ കളർ അത് തന്നെ മതി. കളർ വേറെ കളർ നോക്കണ്ട. നമ്മൾ നിറച്ച് സാധനം വാങ്ങിയിരിക്കുകയാണ് ഗായ്സ്. എന്താ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? പക്ഷെ ആ ട്രീ ഇങ്ങനെ വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നിൽക്കും. അത്ര കുഞ്ഞു ട്രീ ഒന്നും അല്ല. പക്ഷെ കൊറേ ഇങ്ങനെ ഉണ്ട സാധനങ്ങളാ. അത് കുഴപ്പമില്ലല്ലേ? ഫുൾ ബോൾ എന്ന് വേണം കരുതാൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും സാധനം നമ്മൾ വാങ്ങിയതല്ലേ, അപ്പൊ ഇത് ഇങ്ങനെ ചുറ്റുന്ന ആ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ലായിരിക്കും ഇത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ. അപ്പം അത് ഞാൻ മേടിച്ചില്ല. ആ കടയിലിരിക്കുന്ന ട്രീ കണ്ടോ? അത് അതോടെ തരുമോ അവര്? കണ്ടോ എത്ര രൂപ? 8000 രൂപ ആ ട്രീ. കാണത്തില്ലല്ലേ? അവിടെ കണ്ട ആ കടയിൽ ഒരു ട്രീ ഇരിപ്പുണ്ട്. നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്തോരം ട്രീയാ. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ദിവസമല്ലേ ഇത് പറ്റത്തുള്ളൂ അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. നമ്മളത് ചെയ്യണം. നമ്മുടെ മാനസിക ഉന്മാദത്തിന് വേണ്ടി നമ്മളത് ചെയ്യണം. ഓക്കെ, നമുക്ക് വീട്ടിൽ പോവാം. സമയം എത്രയായി? താമസിച്ചിട്ടൊന്നുമില്ല. കറക്റ്റ് സമയം. ആ ട്രീ നിവർത്തണം. നോക്കൂ, ഇത് കണ്ട സ്റ്റാർ. ചുമലുകൊണ്ട് അത്ര കിട്ടത്തുള്ളൂ നമുക്ക്. ഓരോന്നും കിട്ടത്തില്ല. ഞങ്ങൾ ചോദിച്ചതാ. നല്ല രസമില്ലേ? ഏറ്റവും പൊക്കത്ത് വെക്കും. എന്നിട്ട്
അതെവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും എന്റെ റൂമിൽ കൊണ്ടുവച്ചാൽ എന്റെ റൂമിന്റെ ഓടി ആ എന്നാ നോക്കട്ടെ. നമ്മളിന്ന് പാടിയ പാട്ട് ഏതായിരുന്നു? അയ്യോ ഒരു മാതാവിന്റെ ലുക്ക് ഉണ്ടല്ലേ. ഈശോയുടെ മാതാവല്ല, ഇത് എന്റെ മാതാവ്. അമ്പാടി ഞാൻ പറയുന്നൊന്നും വിടർത്തണം, ഇതൊന്നും വിടർത്തിക്കേ. അതല്ല അതിന്റെ താഴത്തെ അതെ അത് താഴത്തോട്ടായി കുറച്ചുകൂടെ. ആ മതി. നീ ഇത് ഇവിടെ ഒന്നും നോക്കിട്ട് പറഞ്ഞാടാ. കാണാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ഭയങ്കര ഇത് ഇച്ചിരി മണ്ണോ. ഓരോ ഗെയിമിനും തൊട്ടാ നമ്മൾ ഇതാ ഉണ്ണിയേശു ഇവരെ അടുത്ത് പുൽക്കൂട്ടിലിട്ടാലോ. പുൽക്കൂട്ടിൻ്റെ അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് കണ്ടോ. ഒന്നും അറിയാതെ ഇരുന്ന് ഞം 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 ഞം. ഇത് കണ്ടോ എന്താ എനിക്ക് വിശക്കുന്നു. അതല്ലാതെ ഒന്നും പറയാനില്ല. രാവിലെ തൊട്ട് കണ്ടോ. അതൊന്നും വേണ്ട നമുക്ക്. ഇത് കുത്തിയിട്ട് ഗോൾഡ് ഏതാണോ അത് മാത്രം മതി. ഉണ്ട് കാണും ഉറപ്പായിട്ടും ഗോൾഡ് കാണും. അയ്യോ നല്ല രസമാണ് കേട്ടോ. ഇത് രസമാണ്. ഗോൾഡ് ഉണ്ടോ എന്നാലും ഇത് ഏതാന്ന് നോക്കിയേ. ഇതെന്താ പണി ഇതൊക്കെ ഇടറാ. അതെ ആൾക്കാർ എവിടെ ഇങ്ങനെ ഈ ലുക്കൊക്കെ ഉണ്ടെന്ന് വിടും ബഗീറിന്റെ. പക്ഷെ ഉള്ളിലൊരു കുഞ്ഞുവാവിയാ, ഒരു മാടപ്രാവിന്റെ ഹൃദയമായിരുന്നു മണിയിന്. നമ്മള് സാധനമൊക്കെ ഇങ്ങനെ കൂടിൻ്റെ അകത്ത് നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം വരിക. കുറെ തിളക്കമുള്ള സാധനം. നമുക്ക് ഇനി ഇത് ട്രീയിലോട്ട് ഇടാം. എന്തിനാ സാറേ ഇത് ഇവിടെയാണ് സാറേ വെക്കേണ്ടത്. ഇത് ഇതേലോട്ട് ഇടണ്ടേ സാറേ? ഓക്കെ സാർ ഉണ്ടാക്കാരനാ. വാ എനിക്ക് പെറക്കി തരണം. അത് അതുകൊണ്ട് ജോലി വേണം. മടി ആ ടാഗ് ഒക്കെ പൊട്ടിച്ച് കളയാതെ. ടാഗ് എന്ന് വെച്ചാൽ പൈസ എഴുതിയിട്ടില്ലേ ഒരു സാധനം. ഈ മണി ഊരിയെടുക്കാൻ വേണ്ടി ചെയ്തോ? ഇല്ലല്ലോ അന്ന് അവിടെ ഇരിക്കേ. ഊര് വാടാ. ആദ്യം ഏറ്റവും മേളത്തെയാണ് അമ്മ നോക്കണ്ടേ. ഒരു ദേഷ്യം പോലെ എന്തൊരു ദേഷ്യം പോലെ. എല്ലാരും ക്രിസ്മസ് ട്രീയെ ശ്രദ്ധിക്കുന്നു, എന്റെ മണീനെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെയാ മണീന്റെ പ്രശ്നം. ഓ സുഖമായത് കൊണ്ടമ്മേ ആണോ? ഇന്ന് മണിയും ചീകി. അയ്യോ ചീകി നല്ല കുട്ടി. അമ്മ ഒരു ജോലിയും ചെയ്യത്തില്ലേ? അത് ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ. മനഃപൂർവ്വം പറയുന്ന ഞാൻ ഇത്ര നേരം വീഡിയോ എടുത്ത് എന്നിട്ട് ഇവള് പറയാം അമ്മ ഒരു ജോലി. അതൊരു ജോലിയാണോ? അതെ അതൊരു ജോലിയാ. വീഡിയോ എടുക്കുന്നതോ? അതൊരു ജോലിയേ അല്ലമ്മേ. ചെന്ന് ചെയ്. ഇനി ഞാൻ വീഡിയോ എടുക്കാം. ഈ ജോലി കഠിനമായ ജോലി ഞാൻ ചെയ്യാം. വേണ്ട എനിക്ക് അറിയത്തില്ല. നിന്റെ ഇഷ്ടത്തിന് വെക്കാം. നീ തന്നെ വെച്ചു. പെറുക്കി തരണം എല്ലാവർക്കും. ഈ കളർ ചെയ്ത ഹെയറുമായിട്ട് അതോടെ മുടി കളർ ചെയ്യാൻ നിങ്ങൾ. അവന്മാര് പൊട്ടിച്ചോ? പക്ഷെ നമ്മള് പൊട്ടിച്ചില്ലേ? അത് പൊട്ടിച്ചു ആ സാധനം. സാരി ഇല്ലടി. നമ്മുടെ അതൂട്ടനല്ലേ. ഞാൻ വിളിക്കത്തില്ല, ഞാൻ നിർബന്ധിക്കത്തില്ല. ഇവിടെ ഇരുന്നാ തൂക്കാം. എന്നാടി വിനാശ എന്റെ കൊച്ചിന് കൊടുത്തേ. എന്റെ കൊച്ചൊരെണ്ണം എടുത്ത് തൂക്കിക്കോ. ഞാൻ പൊട്ടിച്ചു നന്നാക്കുവാ. മണിയല്ലേടാ നിന്റെ കയ്യിലിരിക്കുന്നത്. മണി പിടിച്ചിട്ട് ഇതിന് മണിയില്ലെന്ന്. മണിയില്ലേ ആണ്ടിരിക്കുന്നു. അതിനെ എടുത്ത് തൂക്ക്. ഈ ഇരിക്കുന്ന മണി എത്ര മണി വന്നാലും ഈ മണി കഴിഞ്ഞിട്ട് എനിക്കുള്ളൂ വേറൊരു മണി. എന്ത് പരിപാടി ഉണ്ടേലും എന്ത് ആഘോഷം ഉണ്ടേലും മണിയൻ അന്നേരം ആ കൂടെ വന്ന് കൂടും. അത് പൊട്ടിച്ച് നോക്കില്ല കേട്ടോ. അതിനകത്തൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാ ഗിഫ്റ്റ് പേര് തുറക്കും. ഇത് ഇവിടെ തൂക്കട്ടെ ഭംഗിയില്ലേ. അടി നീ മണിയൻ അനിയേട്ടൻ വരുന്നതിന് നോക്കുന്ന വേണ്ട. അച്ഛനെ ഒന്ന് കാണിച്ചേ.
ആ വരുന്നുണ്ടോ? അയ്യോ മാസ്. ധീര, ധീര. മാർക്കോയാണോ അച്ഛൻ? അയ്യോ, ആണ്ട് കുഞ്ഞ് പോയിട്ട് വരുവാണോ? മണിയെ ആടാ പൂച്ച ആണ് പോകുന്നത്. ആ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അച്ഛൻ ഇവരിവിടെ. അച്ഛാ, എന്റെ കൊച്ച്. സ്കൂട്ടറെ കേറി. കേറി കേറി പോവാ. ഇങ്ങനെയാണ് ഇവരുടെ യാത്ര. ഇതിനാണ് അച്ഛൻ വരുമ്പോ കരയുന്നത്. അവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കണം ഇവിടുന്ന് എല്ലാരും. കണ്ടോ, പട്ടിയല്ലാതെ ഇത്ര അനുസരണമുള്ള ഒരു പൂച്ചയെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? മണിയാ കണ്ടോ? ഇന്നത്തെ യാത്ര കഴിഞ്ഞു കേട്ടോ. ഇച്ചിരി മാർക്കാനേട്ടോ മണിയാ. ഓ ഏത് പോച്ചയാണ് മണിയെ ഇരുന്ന് തരും കേട്ടോ. നല്ല കുഞ്ഞാ മണിയെ. വാടാ ഇറങ്ങി വാ. മതി വാ. ഇന്നത്തെ യാത്ര കഴിഞ്ഞു. രാത്രിയാകുമ്പോ എന്നാ ചെയ്യണ്ടേ? ഒരു കളറും കൂടെ ബൾബ് കൂടെ എടുത്തിടാം. എന്നാലും രാത്രിയാകുമ്പോ എന്നാ ഒരു ഗോൾഡനും കൂടെ വാങ്ങാം. പോട്ടെ അമ്മേ. ഉള്ളത് കൊണ്ട് വെക്കാൻ പറ്റുമെങ്കിൽ ഇന്നൊക്കെ ചെയ്യും. നീ ഗോൾഡ് വാങ്ങിയിട്ടില്ല. ഇത്രയും വാങ്ങിച്ചപ്പോൾ ലൈറ്റ് കുറവാണ്. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ഈ ട്രീ പാടി ഇറങ്ങി എടുത്തു പുൽക്കൂട്. ഞങ്ങൾ അങ്ങനെ ഇത് കണ്ടെത്തി. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് വെക്കാൻ കച്ചിയില്ല. ഇത് കഴിഞ്ഞ കൊല്ലത്തെ കച്ചിയാണ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് അല്ലേ അമ്മേ? അപ്പൊ ഇപ്പൊ നമുക്ക് അച്ഛമ്മയുടെ അടുത്ത് പോയി കുറച്ച് പുല്ല് പറിക്കാം. ഓക്കെ. ആ, എവിടെ? പൊക്കത്തും താഴെ. ഇതൊന്ന് തുടയ്ക്കാം. ഇത് ഫുൾ പൊടിയാ. നമുക്ക് ഇത് തുടച്ചെടുക്കാം. ഓക്കെ സാർ. വളരെയധികം സാഹസികമായി നമുക്ക് കച്ചി ഇട്ടിരിക്കുന്നു. നമുക്കിത് കൊണ്ട് പുൽക്കൂടെ സെറ്റ് ചെയ്യാം. ഒരു അത്ഭുതം ഇല്ല അമ്മയ്ക്ക്. കച്ചി ഞങ്ങക്ക് കിട്ടി. അച്ഛമ്മയോട് ഞങ്ങൾ കെഞ്ചി. ഇട്ടതിന് ശേഷം കഴുകിയത്. ഓ, ഇതായിരുന്നു അതിന്റെ കളറ്. ഇപ്പൊ അമ്പാടി ചിരിച്ചവിടെ നിക്കുവേ, ഷോക്കടിച്ചിട്ട്. ഇപ്പൊ നമ്മുടെ പ്രശ്നം, നമ്മൾ സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഇവിടെ തെളിയുന്നില്ലല്ലോ ഇത്. പക്ഷേ ഈ പുൽക്കൂടിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പൊ അതൊന്ന് നോക്കണം. എവിടെയെങ്കിലും യൂട്യൂബിൽ എവിടെയെങ്കിലും നോക്കി ഓർഡർ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. കണ്ടോ, മീനാശിനെ ആദ്യം ഇറങ്ങിവിടാം. നമ്മുടെ ട്രീയും പുൽക്കൂടും അങ്ങനെ ഫൈനലായിരിക്കുകയാണ്. അയ്യോ, ആ ഉണ്ണീഷോ എന്നെടുത്ത് മാറ്റിക്കേടാ. ഉണ്ണീഷോ ഇപ്പൊ വെക്കത്തില്ല. എടുത്തടാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അല്ലേ? ഭയങ്കര നൈസായിട്ടുണ്ട്. അതല്ല, ഇതിന്റെ അത് നോക്ക്. എങ്ങനെയുണ്ട്? നമ്മുടെ കൊറേ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ട്രീയും പുൽക്കൂടും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ട്രീ ആട്ടോ ഇത്. പുൽക്കൂട് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാ. എനിക്ക് പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും അതെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അമ്മേ. ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ. ബൈ ബൈ.